എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 20 CPO WCPO എക്സാം നടക്കുകയാണ്. അപ്പോൾ എല്ലാ ഫോഴ്സ് എക്സാം പോലെ തന്നെ ഇതിനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത്. ആ 20 മാർക്കിനെ ചെറിയ ചെറിയ മൊഡ്യൂളാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട്. BNS, BNSS, BSA, കേരള പോലീസ് ആക്ട്, NDPS ആക്ട്, അങ്ങനെ കുറച്ച് മൊഡ്യൂളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് BNS 2023 കുറച്ച് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. BNSുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന ബിൽ, അതായത് BNS ബിൽ ലോകസഭ പാസാക്കിയത് 2023 ഡിസംബർ 20 സ്റ്റേറ്റ്മെന്റ് ബി, ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 ഡിസംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. ഡി പറയുന്നത് ഇവയെല്ലാം ശരിയാണ്. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബില്ല്, BNS ബിൽ ലോകസഭ പാസാക്കിയത് 2023 ഡിസംബർ 20 ശരിയാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബിൽ രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 21. അതും ശരിയാണ്. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. അതും ശരിയാണ്. അപ്പം എന്താണ്? ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ BNS നിയമപ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? അതാണ് ചോദ്യം അല്ലേ? എവിടെയാണ് BNS നിയമപ്രകാരം കേരളത്തിൽ ആദ്യമുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി, കൊണ്ടോട്ടി. കൊണ്ടോട്ടി ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി. ഇന്ത്യയിൽ BNS നിയമപ്രകാരം ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? ഗോളിയോറാണ് അല്ലേ? ഗോളിയോറിലാണ് ഇന്ത്യയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഗോളിയോർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലേ? മഹാരാഷ്ട്രയിലാണ് ഗോളിയോർ. ഈ ഗോളിയോറിൽ എന്തായിരുന്നു കേസ്? ഒരു ബൈക്ക് മോഷണം അല്ലേ? ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസിനാണ് ഗോളിയോറിൽ അറസ്റ്റ് ചെയ്തത് അല്ലേ? കൊണ്ടോട്ടിയിൽ എന്തായിരുന്നു കേസ്? കൊണ്ടോട്ടിയിലുള്ള കേസ് എന്ന് പറയുന്നത് നൈറ്റ് സമയത്ത് പോലീസ് പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇതിൽ എന്നാൽ ട്രിപ്പിൾ ഹെൽമെറ്റ് ധരിക്കാതെ പോയതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു കേസായിരുന്നു കൊണ്ടോട്ടിയിലുള്ളത് അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, BNS 2023 നിയമപ്രകാരം കേരളത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയാണ്. ഇന്ത്യയിൽ ഗോളിയോർ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. BNS പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? 2024 ജൂലൈ 1 അല്ലേ? 2024 ജൂലൈ 1 BNS പ്രാബല്യത്തിൽ വന്നത്. പിന്നെ നമ്മൾ ലോകസഭയിൽ എന്നായിരുന്നു ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്? എന്നായിരുന്നു? ലോകസഭയാണെങ്കിൽ 2023 ഡിസംബർ 20. രാജ്യസഭയാണെങ്കിൽ 2023 ഡിസംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25, ക്രിസ്മസിൻ്റെ അന്നാണ് അല്ലേ? അപ്പോൾ ഈ ഡേറ്റുകൾ ഓർത്ത് വെച്ചേക്കുക. നിലവിൽ വന്നത് 2024 ജൂലൈ 1. ഓക്കെ, ഈ 4 ഡേറ്റ് ആണ്. 4 വർഷങ്ങളും ഡേറ്റുമാണ് ഇമ്പോർട്ടൻ്റ് ആയത്, ഓർത്ത് വെച്ചേക്കുക. നാലാമത്തെ ചോദ്യം നോക്കാം. BNS 2023 ആകെ എത്ര വകുപ്പുകളുണ്ട്? BNS 2023 എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചത്. എത്രയാണ്? ഓപ്ഷൻ ബി, 358 അല്ലേ? 358. അപ്പോൾ നമുക്ക് പഴയതും പുതിയതുമായിട്ടുള്ള എത്ര വകുപ്പുകൾ ഉണ്ട് നോക്കാം. BNS അല്ലേ? IPC. BNS എത്രയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 358 വകുപ്പുകളാണ്. IPCയിൽ എത്ര വകുപ്പുകളാണുള്ളത്? 511 ഉണ്ടായിരുന്നു. എത്ര അധ്യായങ്ങളുണ്ട്? അധ്യായങ്ങൾ BNSൽ 20. IPCയിൽ എത്ര ഉണ്ടായിരുന്നു? 23. അപ്പോൾ ഓർക്കണം, BNSൽ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 358. എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 20. ഓക്കെ അല്ലേ? അഞ്ചാം ചോദ്യത്തിലേക്ക് പോവല്ലേ?
അഞ്ചാമത്തെ ചോദ്യം നോക്കാം. BNS 2023 സെക്ഷൻ 2(3) അല്ലെങ്കിൽ 2 സബ്സെക്ഷൻ 3 പ്രകാരം കുട്ടി എന്ന നിയമം നിർവചിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ്? എത്ര വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ് കുട്ടി എന്ന് BNS 2023 പ്രകാരം നിർവചിച്ചിരിക്കുന്നത്? എത്രയാണ്? ഓപ്ഷൻ സി 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെയാണ് കുട്ടി എന്ന് നിർവചിക്കുന്നത്. BNS 2023 പ്രകാരം കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളെയാണ്. ഓക്കെ അല്ലേ? ഏതാണ് സെക്ഷൻ കൂടി ഓർത്ത് വെച്ചോ. 2(3) ആണ് കേട്ടോ. 2(3) ആണ് കുട്ടിയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. 2(3)ലാണ് കുറച്ച് നിർവചനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നമ്മളത് പഠിക്കും. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം നോക്കാം. ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യമുണ്ടാക്കി വഞ്ചന നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ എന്തു പറയുന്നു? വഞ്ചന നടത്താൻ ശ്രമിക്കുന്ന ആളെ എന്ത് പറയുന്നു? വ്യാജൻ എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ വ്യാജനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന സെക്ഷൻ പഠിക്കാനുണ്ട്. ഏതാണ്? 2(4). 2(4)ലാണ് വ്യാജനെ കുറിച്ച് പറയുന്നത്. 2(3) നമ്മൾ പറഞ്ഞല്ലോ. എന്താണ്? കുട്ടിയുടെ നിർവചനം. 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ് കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ 2(4) പഠിച്ചു വെച്ചേക്കുക വ്യാജനാണ്. 2(3) പഠിച്ചു വെച്ചേക്കുക കുട്ടിയുടെ നിർവചനമാണ്. വ്യാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യമുണ്ടാക്കി വഞ്ചന നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെയാണ് വ്യാജൻ എന്ന് പറയുന്നത്. വ്യാജനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന BNS 2023 സെക്ഷൻ ചോദിച്ചാൽ 2(4) ആണ്. അപ്പോൾ ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ എന്താണ് രേഖ? എന്താണ്? ബാങ്കറുടെ ചെക്ക്, കരാറിന്റെ എഴുത്ത്, ഭൂപടം അല്ലെങ്കിൽ പ്ലാന്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? മുകളിൽ പറഞ്ഞവയെല്ലാം രേഖ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. രേഖയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2(8)ലാണ് രേഖയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. രേഖയെക്കുറിച്ച് നിർവചനം ഏതാണ്? സെക്ഷൻ 2(8). നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. 2(4) എന്തായിരുന്നു? വ്യാജൻ അല്ലേ? വ്യാജനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നതാണ് 2(4). 2(3) എന്തായിരുന്നു? കുട്ടി. 18 വയസ്സ് താഴെയുള്ള എല്ലാ വ്യക്തിയെയും കുട്ടി എന്ന് ഉൾപ്പെടും. ഓക്കെ അല്ലേ? 2(8) രേഖ, 2(4) വ്യാജൻ, 2(3) കുട്ടി. ഓക്കെ അല്ലേ? നിർവചനങ്ങളൊക്കെ ഓക്കെ അല്ലേ? എട്ടാമത്തെ ചോദ്യം. പരിക്കിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന BNS 2023 സെക്ഷൻ ഏതാണ്? പരിക്കിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന BNS 2023 സെക്ഷൻ ഏതാണ്? 2(14). ഓപ്ഷൻ സി 2(14) പരിക്കിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർക്കുകയല്ലേ? അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ സെക്ഷൻസ് ഓർമ്മയിൽ നിൽക്കുള്ളൂ അല്ലേ? 2(3) എന്തായിരുന്നു? കുട്ടി. 2(4) എന്തായിരുന്നു? വ്യാജൻ. ഓക്കെ അല്ലേ? 2(8) എന്തായിരുന്നു? രേഖ. 2(14) ഇപ്പം നമ്മൾ പഠിച്ചു. എന്താണ്? പരിക്കിന്റെ നിർവചനം. ഓക്കെ അല്ലേ? ഇത്ര ഓർത്തു വെച്ചോ. ഒമ്പതാമത്തെ ചോദ്യം. BNS 2023 പുതുതായി കൂട്ടിച്ചേർത്ത ശിക്ഷ താഴെ പറയുന്നവയിൽ ഏതാണ്? BNS 2023 IPCയുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതുതായി കൂട്ടിച്ചേർത്ത ശിക്ഷ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? പിഴശിക്ഷ പണ്ട് മുതലേ ഉണ്ട് അല്ലേ? വധശിക്ഷ പണ്ട് മുതലേ ഉണ്ട്. ജീവപര്യന്തം തടവ് പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി 7 ആണ് BNSൽ പുതുതായി കൂട്ടിച്ചേർത്തത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പഠിക്കേണ്ടത് നമ്മളെ ശിക്ഷയെക്കുറിച്ച് അല്ലേ? ശിക്ഷയെക്കുറിച്ച് BNSൽ പറയുന്ന BNS 2023 ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് പഠിക്കണം. ഏതാണ്? സെക്ഷൻ 4ലാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 4ലാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ശിക്ഷ ഉണ്ടെന്ന് പഠിക്കണം. ഓക്കെ. ഏതൊക്കെയാണ്? 6 ടൈപ്പ് ശിക്ഷയാണ് ഉള്ളത്. സെക്ഷൻ 4ലാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. BNS 2023 സെക്ഷൻ 4ലാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. 6 ടൈപ്പ് ഓഫ് ശിക്ഷ ഉണ്ട്. അതിലത്തെ ഒന്നാമത്തെ ശിക്ഷ ഏതാണ്?
മരണം അല്ലെങ്കിൽ വധശിക്ഷ. ഓക്കെ, ഒന്നാമത്തത് മരണം അല്ലെങ്കിൽ വധശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ ഏതാണ്? ജീവപര്യന്തം തടവ് അല്ലേ? ജീവപര്യന്തം തടവ്. ഓക്കെ, ജീവപര്യന്തം തടവ്. മൂന്നാമത്തെ ശിക്ഷ എന്താണ്? തടവ്, നോർമൽ തടവ്, അതായത് 3 വർഷം 5 വർഷം അങ്ങനത്തെ തടവ്. ഈ തടവ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കഠിന തടവുണ്ട്, ലളിതമായിട്ടുള്ള തടവുണ്ട്. ഓക്കെ, അതും ഓർത്ത് വെച്ചേക്കുക. നാലാമത്തത് ഏതാണ്? നാലാമത്തത് സ്വത്ത് കണ്ടുകെട്ടൽ. ഓക്കെ, അഞ്ചാമത്തത് ഏതാണ്? പിഴ. ആറാമത്തത് ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? 6 ടൈപ്പ് ശിക്ഷകളാണ് BNS 2023 പ്രകാരം ഉള്ളത്. ഒന്നാമത്തത് മരണം, രണ്ടാമത്തത് ജീവപര്യന്തം തടവ്, മൂന്നാമത്തത് തടവ് 2 വിധത്തിൽ, കഠിന തടവും ലളിതമായിട്ടുള്ള തടവും, നാലാമത്തത് സ്വത്ത് കണ്ടുകെട്ടൽ, അഞ്ചാമത്തത് പിഴ, ആറാമത്തത് കമ്മ്യൂണിറ്റി സേവനം. അത് പുതുതായി വന്നത് കമ്മ്യൂണിറ്റി സേവനമാണ്, ഓർക്കണം. അപ്പോൾ 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായി പറയണം. ഓക്കെ. BNS 2023 ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ 9 ക്വസ്റ്റ്യനിലായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്ന് നോക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, ആൻസർ കമൻ്റായിട്ട് ഇടുക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പ്രസ്താവന, ഈ നിയമപ്രകാരം, അതായത് BNS 2023 നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ്. ഒന്നാമത്തെ പ്രസ്താവന. ഓക്കെ. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, അതായത് IPC 511 വകുപ്പുകൾക്ക് പകരം BNSൽ ആകെയുള്ളത് 358 വകുപ്പുകളാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഈ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏത് വ്യക്തിയെയും കുട്ടി ആയിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. നാലാമത്തെ പ്രസ്താവന, BNS 2023 പുതുതായി ഉൾപ്പെടുത്തിയ ഒരു ശിക്ഷാ രീതിയാണ് കമ്മ്യൂണിറ്റി സേവനം. ഓക്കെ അല്ലേ? 4 പ്രസ്താവനയും കണ്ടല്ലോ. എന്നാൽ ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് കേട്ടോ. 1, 2, 3 എന്നിവ ശരി, 2, 3, 4 എന്നിവ ശരി, 1, 3, 4 എന്നിവ ശരി, 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഏതാണ്? അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓപ്ഷൻസ് ഇട്ടാൽ മതി. A ആണോ, B ആണോ, C ആണോ, D ആണോ ശരിയായിട്ട് നിങ്ങൾ നോക്കിയിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിനെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് വരാം.